സാധാരണ കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ ശരിക്കും നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒറ്റ 2 കപ്പാസിറ്ററിൻ്റെ പേരുണ്ടാവുള്ളൂ. നടക്കുന്നത് ഗ്രൗണ്ട് ആയിരിക്കും. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. ഇത് ഇതും കൂടി ഇവിടെ നിന്ന് ഒരു ഗ്രൗണ്ട് വരുന്നുണ്ടാവും, അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് തന്നെ ഔട്ട്പുട്ട്. പക്ഷേ ഇതിൽ 2 പേര് തന്നിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ ഒരു പേര് യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഇത് 2 യൂസ് ചെയ്യുക. ഒരു ഫ്രീക്വൻസി നമ്മൾ സാധാരണ റീഡ് ചെയ്തെടുക്കുക, അത് ഇക്വേഷൻ വെച്ച് മെഷർ ചെയ്യുക. ഇതിലും അതേപോലെ തന്നെ ആ 2ാമത്തെ പ്രാവശ്യം ഈ പെയർ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വർക്കിംഗ് എങ്ങനെയെന്ന് കാണിക്കാം. ആദ്യം ഈ സാധനം അഡാപ്റ്റർ കുത്തുക, ഓണാക്കുക. ഇവിടെ അതിൽ പവർ തന്നെ +VCC വരുന്ന സ്ഥലത്ത് നിന്ന് VCC സർക്യൂട്ടിൽ കൊടുക്കേണ്ട അടുത്തേക്ക് ഒരു VCC കൊടുക്കുക. ഇങ്ങോട്ടൊരു പവർ കൊടുക്കുക നമ്മൾ +VCC. അടുത്ത ഗ്രൗണ്ട് കൊടുക്കുക അടിയിൽ നിന്ന്. ഇവിടെ നിന്ന് അതിൽ ഗ്രൗണ്ട് എവിടെയായിട്ടാണ് പുറത്ത് നിന്ന് ഗ്രൗണ്ട് ഈ സർക്യൂട്ടിലേക്ക് വരുന്ന സ്ഥലത്തേക്ക് കൊടുക്കുക. ഓക്കെ, ഇത്രയും കറക്റ്റായി. ഇനിയും ഈ സർക്യൂട്ടിൽ ഈ കണക്ഷൻ കാണിക്കണില്ലേ, ഈ 2 കണക്ഷൻ കപ്പാസിറ്റർ, ഇത് 2 അത് ഈ 2 കപ്പാസിറ്ററിലേക്കും വരാം, ഈ 2 കപ്പാസിറ്ററിലേക്കും വരാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ സീരീസ് കപ്പാസിറ്ററിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്ന് ആദ്യത്തിലേക്ക് ഒരു കണക്ഷൻ നമ്മൾ ആദ്യം ഇതിൽ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം ഇതിൽ ചെയ്യാം. അതിൽ വലിയ ഓർഡറൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് ഇപ്പോൾ കണക്ഷൻ കൊടുത്തു. പിന്നെ ഇതിലനുസരിച്ച് ഈ 2 കപ്പാസിറ്ററിൻ്റെ നടക്കുന്ന ഈ ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ട് പോയിട്ടുണ്ട്. ആ ഗ്രൗണ്ട് നമ്മൾ കൊടുക്കണം. അത് 2 കപ്പാസിറ്ററിൻ്റെ ഇടയിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ അത് ഇവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആദ്യം നമ്മൾ ഈ ഗ്രൗണ്ട് കൊടുത്തതിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക. അത് ഇങ്ങോട്ട് കൊടുത്താൽ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഗ്രൗണ്ടിലേക്ക് അത് കൊടുക്കുക. ഇനി നമുക്ക് ഔട്ട്പുട്ട് എടുക്കണം. ഔട്ട്പുട്ട് നമ്മൾ എടുക്കണത് എന്താണ്, VCCയുടെയും VCC അല്ല, ഗ്രൗണ്ടിൻ്റെയും Voutൻ്റെ അക്രോസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ Vout എന്ന് പറഞ്ഞത് Vout എന്ന് പറഞ്ഞ് ഇവിടെ കാണും, അവിടെ കൊടുക്കുക പോസിറ്റീവ് CROൻ്റെ പ്രോബ്. അതിന് നെഗറ്റീവ് പ്രോബ് എടുത്തിട്ട് നമ്മൾ ഗ്രൗണ്ട് എന്നുള്ളതിലേക്ക് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ കണക്ഷൻ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ CROയിൽ എടുക്കുക.